ലോകം മുഴുവൻ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ ശ്രമിക്കുന്ന ആഗോള ഗുണ്ടകളുടെ താണ്ഡവം. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ ചോരക്കളമായി മാറുകയാണ്. ഇറാനിലെ മണ്ണിൽ പതിക്കുന്ന ഓരോ അമേരിക്കൻ ബോംബും വിളിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങുന്ന ഏത് രാജ്യവും ഇല്ലാതാക്കപ്പെടുമെന്ന്. ലോകം മുഴുവൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമേരിക്കയും ട്രംപും ആസൂത്രണം ചെയ്യുന്നത് പുതിയൊരു കൂട്ടക്കുരുതിയാണ്. ഇറാനിലെ നിഷ്കളങ്കരായ ജനങ്ങൾ കൊല്ലപ്പെടുന്നു. സ്ഫോടനങ്ങൾ കേൾക്കുമ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ അതിനെ പ്രതിരോധം എന്ന് വിളിക്കുന്നു. എന്തൊരു തമാശയാണിത്! അധിനിവേശത്തിന് പേരിടുന്ന ഈ ഇരട്ടത്താപ്പ് ഇനിയും നമ്മൾ വിശ്വസിക്കണം. ട്രംപും നെതന്യാഹുവും ഫോണിൽ സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ അത് സമാധാനത്തിനുള്ള നീക്കമാണെന്ന് കരുതുന്നവർ വിഡ്ഢികളാണ്. ഇതാ സമാധാനത്തിന്റെ സംഭാഷണമല്ല, ഇതൊരു യുദ്ധ പ്രഖ്യാപനമാണ്. എന്താണ് ഈ അച്ചുതണ്ടിന്റെ യഥാർത്ഥ ലക്ഷ്യം? എന്തുകൊണ്ടാണ് ഇറാനെ ഇവർ ഇത്രയധികം ഭയക്കുന്നത്? പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധത്തിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നമുക്ക് തുറന്നു കാട്ടാം. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങൾ അറിയാത്ത ചില സത്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ഇറാനിൽ 14 പേർ കൊല്ലപ്പെട്ടു, 78 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതൊരു കണക്കല്ല, 14 മനുഷ്യ ജീവനുകൾ അമേരിക്കൻ മിസൈലുകൾക്ക് ഇരയായിരിക്കുന്നു. സ്വന്തം മണ്ണിൽ ആക്രമിക്കപ്പെടുമ്പോൾ തിരിച്ചടിക്കാൻ നിൽക്കുന്ന ഇറാനെ ലോകത്തിന് മുന്നിൽ ഭീകരരായി ചിത്രീകരിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ആരുടേതാണ് യഥാർത്ഥ ഭീകരത എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബന്ദർ അബ്ബാസ്, സിറിക്, ബുഷേഹർ, അതുപോലെ തന്നെ തുടങ്ങിയ നഗരങ്ങൾ US വ്യോമാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഇത് യാദൃശ്ചികമല്ല. ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ ഒരു തുണ്ടു കടലാസ് പോലെ അമേരിക്ക വലിച്ചെറിഞ്ഞിരിക്കുന്നു. അവരുടെ ആവശ്യം വ്യക്തമാണ്: മേഖലയിൽ പൂർണ്ണ ആധിപത്യം, എണ്ണപ്പാടങ്ങളിലെ നിയന്ത്രണം, ഇസ്രയേലിന്റെ സുരക്ഷ എന്ന പേരിൽ പലസ്തീനിനെയും ഇറാനെയും അടിച്ചമർത്തുക. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അവർ അത് അവതരിപ്പിക്കുന്നത് വലിയൊരു സൈനിക വിജയമായാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതാണോ? ഇറാൻ പ്രതികരിക്കാൻ നിർബന്ധിതരാകുകയല്ലേ ചെയ്യുന്നത്? അവരുടെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് മൊഹസിൻ റസായി പറഞ്ഞത് ശത്രുക്കൾക്ക് കനത്ത ശിക്ഷ നൽകുമെന്നാണ്. സ്വാഭാവികമായും ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അവർ തിരിച്ചടിക്കും. അതിനെ ഭീകരവാദം എന്ന് വിളിക്കുന്നത് അമേരിക്കയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇനി ശ്രദ്ധിക്കുക, ഇതാണ് യഥാർത്ഥ കളി. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഫോൺ കോൾ അത് വെറുമൊരു ഔദ്യോഗിക ചടങ്ങൊന്നുമല്ല, ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. എന്തിനാണ് നെതന്യാഹു ഇത്രയധികം ഭയക്കുന്നത്? തുർക്കിയെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ പരാതി ശ്രദ്ധിക്കണം. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കരുതെന്ന് അമേരിക്കയോട് അപേക്ഷിക്കുകയല്ല, കൽപ്പിക്കുകയാണ് ഇസ്രയേൽ. അവിടെയാണ് അവർക്ക് തെറ്റിയത് എന്ന് പറയാൻ കഴിയില്ല, മറിച്ച് അവിടെയാണ് അവർക്ക് ആവശ്യം. അതായത് അമേരിക്കൻ ആയുധ ലോബികൾക്ക് ലാഭം കൊയ്യാനുള്ള വഴികളാണ് ഇവ ഓരോന്നും. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം നിലനിർത്തിയാൽ മാത്രമേ അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് വിമാനവും അതുപോലെ മിസൈലുകളും വിൽക്കാൻ സാധിക്കൂ. ഇസ്രയേൽ അതിർത്തികളിൽ സുരക്ഷാ മേഖലകൾ വേണമെന്ന നെതന്യാഹു വാദിക്കുമ്പോൾ അതിനർത്ഥം അയൽ രാജ്യങ്ങളുടെ ഭൂമി കൈക്കലാക്കുക എന്നത് തന്നെയല്ലേ? ഇനി ഹോർമുസ് കടലിടുക്കിന്റെ കാര്യം നമുക്ക് എടുക്കാം. എന്തുകൊണ്ടാണ് അമേരിക്ക അവിടെ 20 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചത്? അത് സുരക്ഷ ഉറപ്പാക്കാനാണോ? ഒരിക്കലുമല്ല. അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാനാണ്. ഹോർമുസ് കടലിടുക്ക് വഴി ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം നടക്കുന്നുണ്ട്. ആ ചാലക നാഡിയിൽ വിരൽ വെച്ചുകൊണ്ട് തങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക പറ്റുന്ന തന്ത്രമാണിത്. ഇതൊരു സേവനമല്ല, ഇതൊരു ആഗോള കൊള്ളയാണ്. ഇറാനിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് അവർ നടത്തുന്ന ഈ ചൂതാട്ടത്തെ അന്താരാഷ്ട്ര സമൂഹം എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? കാരണം ഭൂരിഭാഗം രാജ്യങ്ങളും അമേരിക്കൻ അജണ്ടയ്ക്ക് കീഴിലാണ്. ട്വിസ്റ്റ് ഇവിടെ തീർന്നില്ല. അമേരിക്കൻ മാധ്യമങ്ങൾ ഹോർമുസിൽ നടക്കുന്ന ഈ സൈനിക പ്രകടനത്തെ സമാധാന ശ്രമം എന്ന് വിളിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഭീഷണിയാണ്. ആരെയാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്? ഇറാനെ മാത്രമല്ല, മറിച്ച് ഈ മേഖലയിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഓരോ രാജ്യത്തെയും. നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും ഈ കൂട്ടുകെട്ട് ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. തുർക്കിയെ പോലൊരു രാജ്യത്തിന് പോലും യുദ്ധവിമാനം നൽകാൻ പാടില്ല എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ജനാധിപത്യം എത്രത്തോളം അപകടകരമാണെന്ന് ചിന്തിക്കുക. അമേരിക്കൻ സാമ്രാജ്യത്വം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി
തങ്ങളുടെ കള്ളത്തരങ്ങൾ ലോകം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ അവർ വിരിക്കുന്ന ഈ യുദ്ധവല ഇസ്രയേലിനെ സുരക്ഷിതമാക്കാൻ മാത്രമല്ല, ആഗോളതലത്തിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ കൂടിയാണ്. ഇവർക്ക് വേണ്ടത് സമാധാനമല്ല, തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന അടിമകളെയാണ്. എന്താണ് ഇനി മുന്നോട്ടുള്ള വഴി? ഈ ഭ്രാന്തമായ യുദ്ധസന്നാഹങ്ങൾ അവസാനിപ്പിക്കാൻ ലോകത്തിന് കഴിയുമോ? അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഈ അധിനിവേശത്തെ ചോദ്യം ചെയ്യാൻ ആരുണ്ട്? വരും ദിവസങ്ങളിൽ ഹോർമുസിൽ തീപ്പൊരി പറക്കാനാണ് സാധ്യത. അമേരിക്കയുടെ ഈ അഹങ്കാരത്തിന് ഇറാൻ നൽകുന്ന മറുപടി എന്തായിരിക്കും? അതാണ് വളരെ നിർണായകമാണ്. ഓർക്കുക, ചരിത്രം മാറ്റിമറിക്കപ്പെടുന്നത് ജനങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടാണ്, അല്ലാതെ അമേരിക്കയുടെ മിസൈലുകൾ കൊണ്ടല്ല. ഇത്തരം അധിനിവേശങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഈ കൂട്ടുകെട്ട് ലോകത്തിന് ഒരു ഭീഷണിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.